തിരുവനന്തപുരം തിരുവല്ലത്ത് യുവതി ആത്മഹത്യ ചെയ്തത് കുഞ്ഞിനെ കൊണ്ടുപോയ മനോവിഷമം മൂലമെന്ന് എഫ്ഐആർ. ഭർത്തൃമാതാവ് ഷഹ്നയെ സ്ഥിരമായി പീഡിപ്പിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. വിവരങ്ങൾ നൽകാനായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, എന്തൊക്കെയാണ് എഫ്ഐആറിൽ പറയുന്നത്? രജനി, ഇന്നലെ രാത്രി 8:30 കൂടിയാണ് തിരുവല്ലത്ത് സ്വന്തം വീട്ടിൽ ഷഹനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ ഷഹനയുടെ വീട്ടുകാരുടെ മൊഴി എടുത്തിരുന്നു. ഇന്നാണ് ഈ സംഭവത്തിൽ തിരുവല്ലം പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത്. കുഞ്ഞിനെ വീട്ടിൽ നിന്നും നിർബന്ധിച്ച് എടുത്തുകൊണ്ടുപോയ മനോവിഷമത്തിലാണ് ഷഹന ആത്മഹത്യ ചെയ്തതെന്നും അതോടൊപ്പം തന്നെ ഷഹനയെ ഭർത്തൃമാതാവ് നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്നും എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷഹന കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പാണ് ഭർത്തൃ വീട്ടിൽ നിന്നും പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് വന്നത്. അത് ഭർത്താവും അതുപോലെ തന്നെ ഭർത്തൃമാതാവും ഷഹനയെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ പുറത്തുവിട്ടതാണ്. ഈ കുട്ടിയുടെ തൊടയിലും അതോടൊപ്പം തന്നെ കൈയുടെ ഭാഗത്തും കടിച്ചു മുറിച്ചിട്ടുണ്ട്. ചുണ്ടും അതുപോലെ തന്നെ നെറ്റിയുമൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ടുള്ള പാടുകൾ ഉൾപ്പെടുന്ന ദൃശ്യങ്ങൾ വരെ ഇന്നലെ തന്നെ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടതാണ്. ഇന്നാണ് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത്. ഷഹനയുടെ ഭർത്താവ് നൌഫലിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷഹനയുടെ ഡെഡ് ബോഡി മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. അവിടെ നിന്നും തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് നിലവിൽ ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഭർത്തൃമാതാവിനെ എതിരെയും അതോടൊപ്പം തന്നെ നൌഫലിനെതിരെ ഗുരുതരമായ കുറ്റങ്ങളും ചുമത്തിയിട്ടില്ലെങ്കിലും ഇത്തരത്തിൽ മനോവിഷമം മൂലമാണ് ഷഹന ആത്മഹത്യ ചെയ്തതെന്നാണ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത്. ഈ സംഭവത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 വീട്ടുകാരുടെ മൊഴികൾ കൂടുതൽ ശേഖരിച്ചതിന് ശേഷം മാത്രമേ ഈ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് എഫ്ഐആർ ഇട്ട് കേസ് എടുത്തിട്ടുണ്ട്. രജനി, ശരി.